എടാ ഞാനിങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നതൊന്നും തോന്നരുത്. ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടുത്തില്ലേ, സത്യമാണ്. ഇവന്മാരെല്ലാം കൂടെ തൊലച്ച് പണ്ടാരടക്കി കളഞ്ഞു. ഇന്ത്യൻ സൂപ്പർ ലീഗും ഐ ലീഗും പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ടൈറ്റിൽ സ്പോൺസർ ആയിട്ടുള്ള ഹീറോ മോട്ടോർ കോപ്പിനെതിരെ മണി ലോണ്ടറിംഗ് കേസ് വന്ന് ഇഡിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഐ ലീഗിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ചുമ്മാ ഒരു ബഡ്ജറ്റ് ഇട്ട് കോൺട്രാക്ട് സെറ്റ് ചെയ്ത് റവന്യൂ മീൻസ് ഒരു വളരെ ഏർലി സ്റ്റേജിൽ ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ട് അതിനൊരു ലാഭമായിട്ട് കണ്ട് പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഐ ലീഗിൻ്റെ തീരുമാനം. പിന്നെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുട്ബോളിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് ഇനിയും വെട്ടിക്കുറയ്ക്കുന്നതിൻ്റെ കാരണം അണ്ടർ പെർഫോമൻസ് ആണ്. നമ്മുടെ ഇവിടെ സായി ഫണ്ട് ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല പ്രകടനം നടത്തുന്ന ഇവൻസിലേക്ക് കൂടുതൽ ഫണ്ട് നൽകും. മോശം പ്രകടനം നടക്കുമ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് താഴോട്ട് പോകും. ഫുട്ബോൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഗെയിമാണ്. മറ്റ് ഗെയിമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫുട്ബോളിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അപ്പം മറ്റ് രാജ്യങ്ങളും അതുപോലെ വളർന്നു വരും. അപ്പം ഫുട്ബോളിനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടാവേണ്ടതാണ്. ഞാൻ ഇങ്ങനെ പറയുന്ന വരുന്നുണ്ടല്ലോ, ഇപ്പോൾ ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ക്രിക്കറ്റിനെ ഭയങ്കര മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ത്യക്ക് അവിടെ വളരാൻ എളുപ്പമാണ്. പക്ഷേ ഫുട്ബോളിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും കോമ്പീറ്റ് ചെയ്യുകയാണ്. അപ്പം ഇന്ത്യയിൽ ഫണ്ട് ഓൾറെഡി കുറവായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫുട്ബോളിൻ്റെ ഗ്രോത്ത് കുറവാണ്. ഫണ്ട് കുറവായത് മാത്രമല്ല, ഇവിടുത്തെ അഴിമതിയും സ്വജനപക്ഷപാതമൊക്കെ എല്ലാം കാരണമാണ്. അപ്പം ഓൾറെഡി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് പൈസ ഇല്ല. അപ്പം സ്പോർട്സ് അതോറിറ്റി കൊടുക്കാനിരുന്ന, അതായത് കായിക മന്ത്രാലയം കൊടുക്കാനിരുന്ന പൈസ ഇനിയും താഴോട്ട് പോവാണ്. കാരണം റാങ്കിങ്ങിൽ താഴോട്ട് പോയതുകൊണ്ട് മോശം പ്രകടനം നടത്തുന്നവർക്ക് മോശം പൈസ കിട്ടത്തുള്ളൂ. നിങ്ങൾ ഇനി പ്രൂവ് ചെയ്താൽ മാത്രമേ നല്ല പൈസ കിട്ടത്തുള്ളൂ എന്നാണ് കായിക മന്ത്രാലയത്തിന്റെ തീരുമാനം. പക്ഷേ പ്രൂവ് ചെയ്യാൻ പൈസ വേണ്ടേ? പൈസ ഇല്ലാതെ എങ്ങനെ മെച്ചപ്പെടാനാണ്? മറ്റ് ഇവൻസിന്റെ പോലെയല്ല. ഫുട്ബോളിൽ നമ്മൾ പ്രൂവ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ മറ്റ് രാജ്യങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സോ മറ്റ് ഇവൻസിനെയും മറ്റ് സ്പോർട്സിനെയും കാണുന്ന പോലെ ഫുട്ബോളിനെ കണ്ട് പോകാനാണ് തീരുമാനം.